ഇടുക്കി ജില്ലയിലെ വിവിധ പദ്ധതി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കൈവശക്കാർക്ക് പട്ടയം നൽകുന്നതിന് നടത്തിയ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിൽ തുടർ നടപടി വൈകുന്നതായി ആക്ഷേപം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അണക്കെട്ടുകളുടെ പരമാവധി സംഭരണശേഷിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ പട്ടയം കൊടുക്കുന്നതിന് തടസ്സമില്ലെന്ന കർഷകർക്ക് അനുകൂലമായ ശുപാർശയാണ് ജില്ലാ ഭരണകൂടം സർക്കാരിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. കല്ലാർകുട്ടി, ചെങ്കുളം, പൊന്മുടി എന്നീ അണക്കെട്ടുകളുടെ പരമാവധി സംഭരണശേഷിയിൽ നിന്നും 10 ചെയിൻ വരെയും ഇടുക്കി പദ്ധതി പ്രദേശത്തെ 3 ചെയിൻ വരെയും താമസിക്കുന്ന കൈവശക്കാർക്കാണ് ഇനിയും പട്ടയം കിട്ടാനുള്ളത്. ഇടുക്കി പദ്ധതിയുടെ അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ഉപ്പുതറ വില്ലേജുകളിലെ 1502, കല്ലാർകുട്ടിയിൽ 1403, ചെങ്കുളത്തെ 222 കർഷകരുമാണ് അപേക്ഷ നൽകി പട്ടയത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. പൊന്മുടിയിൽ 100ഓളം കർഷകരും അപേക്ഷ നൽകിയിട്ടുണ്ട്. പദ്ധതി പ്രദേശത്ത് പട്ടയം നൽകുന്നതിന് തടസ്സം ില്ലെന്ന് ജില്ലാ ഭരണകൂടം 2025 തുടക്കത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിനെ വൈദ്യുതി വകുപ്പ് എതിർത്തു. തുടർന്ന് സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ റവന്യൂ, വനം, വൈദ്യുതി, ജലവിഭവ വകുപ്പ് മന്ത്രിമാരുടെയും ഉന്നതര ഉദ്യോഗസ്ഥരുടെയും യോഗം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. ഇതനുസരിച്ച് ജില്ലാ വകുപ്പുകളും സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്തി. തുടർന്നാണ് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. പഞ്ചായത്തുകളിലെ മേഖലയിലുള്ളവർക്ക് ഇതുവരെയും പട്ടയം കിട്ടിയിട്ടില്ല. ജോയിന്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം കഴിഞ്ഞു. പുതിയ സർക്കാരും വന്നു. പട്ടയ നടപടികളെല്ലാം പൂർത്തീകരിക്കുമെന്നാണ് ഈ ഇലക്ഷൻ മുമ്പ് സർക്കാരിന് UDF പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അനക്കവുമായിട്ടില്ല. അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ 3 മേഖല കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം കിട്ടുന്നതിന് സാഹചര്യം ഉണ്ടാവണം. ഇടുക്കി പദ്ധതിയിലെ 10 ചെയിനിലെ 7 ചെയിനിൽ 2 വർഷം മുമ്പ് പട്ടയം നൽകിയിരുന്നു. 10 ചെയിനിൽ മുഴുവൻ പട്ടയം നൽകുമെന്ന് 2020 കട്ടപ്പനയിൽ നടന്ന പട്ടയമേളയിൽ അന്നത്തെ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉറപ്പു നൽകിയിരുന്നു. വൈദ്യുതി വകുപ്പിന് എതിർപ്പില്ലെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച അന്നത്തെ വൈദ്യുതി മന്ത്രി M. മണിയും വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ജില്ലയിലെത്തിയ മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം ആവർത്തിക്കുകയും ചെയ്തു. പട്ടയം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംയുക്ത പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ തുടർ നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പോലും നടത്തിയ നിർമ്മാണങ്ങൾ വൈദ്യുതി വകുപ്പ് എതിർക്കുകയും ചെലവഴിച്ച ഫണ്ട് വെള്ളത്തിലാക്കുകയും ചെയ്തു. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ കർഷകർക്കാണ് ഇനിയും പട്ടയത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.